100ാം വാർഷികം ആഘോഷിക്കാനുള്ള സമസ്ത AP വിഭാഗത്തിന്റെ തീരുമാനമാണ് മറുപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. 89-ലെ പിളർപ്പിന് ശേഷം സമസ്ത വാർഷികാഘോഷങ്ങൾ AP വിഭാഗം വിപുലമായി നടത്താറില്ല. എന്നിരിക്കെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് പുതിയ അവകാശവാദങ്ങളുമായാണെന്നാണ് EK വിഭാഗം കരുതുന്നത്. പതിവ് തെറ്റിച്ച് വിമർശനം കടുപ്പിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്ത് വന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചിലർ പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 100ാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല. സമസ്തനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലൊന്നും വഞ്ചിതരാകുന്നതും കൂടി പ്രത്യേകം ഈ യോഗം എല്ലാവരും ഉണർത്തുകയാണ്. സമസ്തയിലെ പിളർപ്പിനു ശേഷം ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് പോരിനിറങ്ങിയത് പലപ്പോഴും വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. ഇടക്കാലത്ത് ഇരുവിഭാഗവും അനുരഞ്ജന നീക്കങ്ങൾ നടത്തി. 100ാം വാർഷികാഘോഷത്തിന്റെ പേരിൽ നടക്കുന്ന ഈ തർക്കം ഐക്യനീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. AP വിഭാഗത്തിന്റെ 100ാം വാർഷിക പ്രഖ്യാപനം ഇന്നലെ കാസർഗോഡ് വെച്ച് നടന്നു. EK വിഭാഗത്തിന്റെ വിമർശനങ്ങളോട് നേരിട്ട് മറുപടി പറയേണ്ടെന്നാണ് AP വിഭാഗത്തിന്റെ തീരുമാനം. മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആരോടും എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്കം ഉണ്ടാക്കാനും ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടത് അല്ല എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത EK വിഭാഗം 100ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ജനുവരി 28-ന് ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.